ഈ കാറും വാഷിംഗ് മെഷീനൊക്കെ ഓട്ടോമാറ്റിക് വാങ്ങിക്കരുത്, മാനുവലി തന്നെ വാങ്ങിക്കണം. ഓട്ടോമാറ്റിക് വാങ്ങുമ്പോൾ വലിയ വില കൊടുക്കുവാണ്, പെട്ടെന്ന് കംപ്ലൈന്റ് ആവും ചെയ്യും, വന്നു കഴിഞ്ഞാൽ വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ ഓട്ടോമാറ്റിക് വാങ്ങാൻ കഴിവുള്ളവർ പോലും മാനുവലിലേക്ക് മാറുന്ന രീതി കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ മാനുവൽ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടല്ലോ. ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സെൻസറും പ്രോഗ്രാമുകളൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ആ ഓട്ടോമാറ്റിക് തരുന്ന വലിയ ചില സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള നെഗറ്റീവിൽ മാത്രം പിടിച്ചിട്ട് മാനുവലിലേക്ക് മാറുന്ന രീതി കണ്ടിട്ടുണ്ട്. ഒരു ടൈപ്പ് ഓഫ് പ്രിമിറ്റീവ് സിൻഡ്രം, ഒരു തന്ത വൈബ് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഏറിയ കുറഞ്ഞൊക്കെ അതുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഈ AI ഒക്കെ ഇറങ്ങിയതിന് ശേഷം പണ്ടത്തെ ഓട്ടോമാറ്റിക് നമുക്ക് തരുന്ന സുഖം സൗകര്യത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പത്തിലാണ് ഇന്നത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ശരിക്കും നമുക്ക് തരുന്നത്. ഞാൻ പറയാൻ കാരണം, ഞാനും എൻ്റെ ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ്സിനകത്ത് ഓപ്പറേഷൻസിൽ പലപ്പോഴും മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും AI ഒക്കെ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആക്കുന്ന ഒരു പ്രോജക്റ്റിലാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റിലൂടെ പണ്ടൊക്കെ ഞങ്ങൾ AI ഇല്ലാത്ത ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റിൽ ചെലവാക്കുന്നതിനേക്കാൾ ഒരു 4, 5, 10 ഇരട്ടി വലുപ്പത്തിലേക്കായിരിക്കും നമുക്ക് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുക. അതേസമയം ഇപ്പോൾ ഈ AI ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ സ്വാഭാവിക മുൻപത്തിലേക്കാൾ ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻസും കൂടുതലാണ്. എന്നിരുന്നാലും അതിനകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ 20, 30, 50, 100 ഇരട്ടി വലുപ്പത്തിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോഴത്തെ ഈ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ നമ്മൾ ആ തന്തവൈബ് വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ റിട്ടേൺ മാർക്കറ്റിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ ടെക്നോളജികളും AI പോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കൂട്ടുപിടിച്ചേ തീരും.